ഹായ് മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രകൃതി രമണീയമായ സുന്ദര കേരളം. നമ്മുടെ കൊച്ചു കേരളത്തിലെ കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് വയനാട്. ഈയിടെ ഞാൻ വയനാടൊന്ന് പോവാനിടയായി. അപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ ഞാൻ വിഷ്വലൈസ് ചെയ്തു. അത് നിങ്ങൾക്കും കൂടെ പങ്കുവയ്ക്കാം. നമ്മളിൽ നിന്നും അന്യം നിന്നു പോകുന്ന പാടവും വയലും തോടും നെൽക്കതിരും അങ്ങനെ കൊച്ചു കൊച്ചു കാഴ്ചകൾ. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണണേ. ചില യാത്രകൾ മനോഹരമാകുന്നത് നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ തന്നെയാണ്, അല്ലേ? നമ്മളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ കാഴ്ചകൾ? എനിക്കും ഈ കാഴ്ചകളൊക്കെ വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അരി, ഉഴുന്ന്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നമുക്കറിയാമോ? ഇല്ലല്ലേ? അവരുടെ വേദനയും യാതനകളും ഒക്കെ സഹിച്ചാണ് നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. എന്നാൽ പോലും അതിനൊരു വിലയും നമ്മൾ കൽപ്പിക്കാറുമില്ല. ആവശ്യാനുസരണം അല്ലെങ്കിൽ ആവശ്യത്തിലധികം നമ്മൾ അത് ചെലവഴിക്കും. അതുപോലെ അതിനെ നമ്മൾ വേസ്റ്റ് ആക്കുകയും ചെയ്യും. പക്ഷെ ഓരോ കർഷകൻ്റെയും വേർപ്പാണ് ഓരോ അന്നവും. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നീ തന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എന്ത് വീഡിയോ എടുക്കും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വീണ് കിട്ടിയ സൗഭാഗ്യം പോലെ ഈ വീഡിയോസുകൾ, ഈ കാഴ്ചകൾ എൻ്റെ കണ്ണിലുടക്കിയത്. ഒരു ദിവസത്തിൽ തന്നെ പച്ച വിതാനിച്ച് കിടക്കുന്ന വയലോരവും അതിൽ നെൽക്കതിർ വന്നതും അതുപോലെ നെല്ല് അരിയായി മാറുന്നതും അങ്ങനെ എല്ലാം ഒരു കാഴ്ചകളിൽ തന്നെ കാണാൻ പറ്റി. ഈ കാഴ്ചകളെല്ലാം എനിക്ക് കാണാൻ പറ്റിയത് വയനാട്ടിലെ ബാണാസുര ഡാമിനടുത്ത് ആറുവാൾ എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ബാണാസുര ലക്ഷ്യമാക്കിയായിരുന്നു യാത്ര തുടങ്ങിയത്. പക്ഷേ അവിടം വരെ പോകേണ്ട വന്നതില്ല. അതിനു മുന്നേ തന്നെ ഞാൻ പോലും കാണാത്ത ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി. വ്യത്യസ്തമായ യാത്രയായതുകൊണ്ടും കാഴ്ചകളായതുകൊണ്ടും തന്നെ ഒരുപാട് നേരം ഞാൻ അവിടെ തന്നെ ചിലവഴിച്ചു. പെട്ടെന്നൊന്നും തന്നെ അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല. യാത്രകളെല്ലാം തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മറക്കാനും യാത്രകൾ എന്നും നല്ലതാണ്. എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുമെന്നോ ചിന്തിച്ചത് പോലുമില്ല. പക്ഷേ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലീസ് എന്നും എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. എൻ്റെ ഏതൊരു വീഴ്ചയിലും അവരെന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി എൻ്റെ ലൈഫിൽ ഏത് തകർച്ച വന്നു കഴിഞ്ഞാലും അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇനി ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളിതുവരെ കാണാത്ത കാഴ്ചകളല്ലല്ലോ ഇതൊന്നും. എന്തോ എനിക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എന്തോ വളരെ ഇഷ്ടമായി. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇഷ്ടമായാൽ ഈ കുഞ്ഞുപെങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വൈകിട്ടൊരു 4 മണിയായപ്പോഴത്തേക്ക് മഞ്ഞുകൊണ്ട് മൂടാൻ തുടങ്ങി. ഈ യാത്രയിൽ വഴിയോര കച്ചവടക്കാരെയും കാണാനിടയായിട്ടോ. 3 കുഞ്ഞു മക്കൾ ചേർന്ന് ഉപ്പിലിട്ട നെല്ലിക്ക കച്ചവടം ചെയ്യുന്നു. ഞാനും വാങ്ങിച്ചു ഒരു 4. ഇതാണ് എൻ്റെ വീട്ടിലെ ഇളയ കുട്ടി, എൻ്റെ ഇത്താടമ്മ. നെല്ലിക്ക കഴിച്ചുകൊണ്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടാള്. ഇതാണ് എൻ്റെ യാത്രയിലെ പേടകം.
ഇത് എൻ്റെ ഇത്തയുടെ ഹസ്ബൻഡാണ് കേട്ടോ. നേരത്തെ കണ്ടത് എൻ്റെ ഇത്തയാണ്. പിന്നീട് അവിടെ നിന്ന് യാത്രയും പറഞ്ഞു ഞങ്ങൾ വീണ്ടും അടുത്ത കാഴ്ചകളിലോട്ട് പോയി. യാത്രയിൽ കണ്ട പുഴയും തോടും കുന്നും മലയും ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോയും എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോയുമാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ എനിക്ക് പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി ഒരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.